നമസ്കാരം. ഇന്ന് സാംസങ് S26 ലോഞ്ച് ചെയ്യുകയാണ്. ആദ്യത്തെ സെയിൽ ഞാനും വാങ്ങിക്കുന്നു S26. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ ഇരിക്കുന്ന മൊബൈൽ ഫോൺ ഹാൻഡ്സെറ്റ് സാംസങ് S22 ആണ്. 2022 വാങ്ങിച്ച ഹാൻഡ്സെറ്റാണ്. ഇഷ്ടം പോലെ വീഡിയോ എടുത്തു, ഇഷ്ടം പോലെ ഫോട്ടോ എടുത്തു, ഇഷ്ടം പോലെ ആൾക്കാർ എന്നെ ഈ ഫോട്ടോയിൽ കൂടിയും വീഡിയോയിൽ കൂടിയും അറിഞ്ഞു. ഇഷ്ടം പോലെ ആരാധകരെ കിട്ടി, പ്രശസ്തി കിട്ടി. ഈ S22 വളരെ നന്ദിയുണ്ട്. എനിക്ക് ഒരു ഫോൺ മുതലാണ്. കാരണം അത് ഞാൻ പരമാവധി ഉപയോഗിക്കും, നന്നായി വീഡിയോ എടുക്കും, പല കാര്യങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കും. പക്ഷേ മറ്റു ചിലരുണ്ട് S25 ഒക്കെ എടുത്തിട്ട് കുരങ്ങിന് പുതിയന്തങ്ങ കിട്ടിയതിൻ്റെ കൂട്ട് കൈ വെച്ചുകൊണ്ടിരിക്കുന്നവർ. ഇതെടുത്ത് ഇങ്ങനെ നോക്കും, പോക്കറ്റ് വെക്കും, ഇതിങ്ങനെ എടുത്ത് നോക്കും, പോക്കറ്റ് വെക്കും. അവർക്ക് പുതിയ പുതിയ ഹാൻഡ്സെറ്റുകൾ വാങ്ങിക്കുന്നത് നഷ്ടമാണ്. ഈ S22 ഞാൻ വാങ്ങിക്കുമ്പോൾ 1,19,000 രൂപയായി ചിലവായി. അതായത് ഒരു വർഷം എനിക്ക് മൊബൈൽ ഫോണിന് വേണ്ടി 29,750 രൂപ ചിലവാണ്. ഒരു മാസം 2,400 രൂപ ചിലവാണ്. വലിയൊരു തുകയാണ് നമ്മൾ മൊബൈൽ ഹാൻഡ്സെറ്റിന് വേണ്ടി മാത്രം ചിലവാക്കുന്നത്. മറ്റേ കോൾ വിളിക്കാനൊക്കെ നെറ്റ്വർക്ക് സർവീസിനൊക്കെ വെറും 300 രൂപയാവും. പക്ഷേ ഹാൻഡ്സെറ്റിന് മാത്രം 2,500 രൂപയോളം നമുക്ക് ചിലവാകും. അത് നന്നായി ഉപയോഗിക്കുന്നവർക്ക് അത് മുതലാണ്. ഉപയോഗിക്കാത്തവർ തീർത്തും ഇങ്ങനെയുള്ള ഫോണുകൾ വാങ്ങിക്കരുത്, കൂടിയ ഫോണുകൾ വാങ്ങിക്കരുത്. അതവർക്ക് ഒട്ടും ഗുണകരമായിരിക്കത്തില്ല. പിന്നെ ആരും ഇപ്പോൾ ഈ ഹാൻഡ്സെറ്റ് ഏതാണെന്നൊന്നും ശ്രദ്ധിക്കത്തൊന്നുമില്ല. എല്ലാവരുടെയും പോക്കറ്റ് ഹാൻഡ്സെറ്റ് ഉണ്ട്. ഇവൻ ആപ്പിൾ ഉപയോഗിച്ചാലും ഇനി സാംസങ് ഉപയോഗിച്ചാലും ഒന്നും ഇതാരായെന്തോ ഒന്നും നോക്കത്തില്ല. ചിലപ്പോൾ ചില ചെറുപ്പക്കാരോ കൊച്ചു പിള്ളേരോ ഒക്കെ ശ്രദ്ധിച്ചേക്കാം, സാധാരണക്കാർ ശ്രദ്ധിക്കത്തില്ല. ഈ S26 പൊലിമയുള്ള മറ്റ് കമ്പനികളുടെ സെറ്റുകളൊക്കെ ഉണ്ട്. അന്നേരം ഇതിലേതാണെന്നും അറിയത്തില്ല. നല്ല കൂടിയ മൊബൈലുകൾ വാങ്ങിക്കുമ്പോൾ അത് ഉപയോഗിക്കുന്നവർ മാത്രമേ അത് ഉപയുക്തമാക്കുന്നവർ മാത്രമേ വാങ്ങിക്കാവൂ. എൻ്റെ ഇപ്പോൾ S26 വില 1,40,000 രൂപയാണ്. പിന്നെ ചില അക്സസറീസൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ കൂടും. പിന്നെ ഇൻഷുറൻസ് അത് കൂടും. 10,000-15,000 രൂപയോളം ഇൻഷുറൻസ് വരും, 1 ഇയർ ഇൻഷുറൻസ്. അന്നേരം ഏകദേശം 1,50,000 രൂപയോളം ചിലവ് വരും. എന്തായാലും S26 എനിക്ക് നല്ലവണ്ണമൊക്കെ പൊലിക്കട്ടെ. ഇഷ്ടംപോലെ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കാൻ, നല്ല ഓർമ്മകൾ നിലനിർത്താൻ, എന്നും നമ്മുടെ ഓർമ്മകളിൽ നല്ല അനുഭവങ്ങൾ, നല്ല സന്ദർഭങ്ങൾ ഒക്കെ പകർത്തിയെടുക്കാൻ S26 എനിക്ക് പ്രാപ്തമാകട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. നന്ദി, നമസ്കാരം.